ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കൊതുകിനുള്ള ഒരു ഉത്തമ പരിഹാരമാണ് കേട്ടോ. നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റിയ. അപ്പോൾ അതിനായി ഇതൊരു കഷ്ണം കോട്ടൻ്റെ തുണിയാണ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ടവലിൽ നമുക്ക് ഒന്ന് നന്നായി ഈ ബാം തേച്ച് കൊടുക്കും. അപ്പോൾ വിക്സാണ് കയ്യിലുണ്ടെങ്കിൽ അതായാലും മതി കേട്ടോ. പിന്നെ ഇതുപോലെ തോണ്ടിയതിന് ശേഷം ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം. നന്നായും തേച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് കുറച്ച് ജാതിക്കയുടെ പൊടിയാണ് കേട്ടോ. ജാതിക്ക കയ്യിലുണ്ടെങ്കിൽ ജാതിക്ക പൊടിക്കുക, അല്ലെങ്കിൽ പൊടി വാങ്ങാൻ കിട്ടും. അത് ലേശം ഇതിലിട്ട് കൊടുക്കാം. ഇതാ കുറച്ച് ജാതിക്കപ്പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് വേണ്ടത് കുറച്ച് കാപ്പിപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ അതായത് കുറച്ച് കാപ്പിപ്പൊടി കയ്യിലില്ലാത്തതുകൊണ്ട് തേയിലപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. കാപ്പിപ്പൊടി ഏതായാലും മതി കേട്ടോ. ഇൻസ്റ്റൻ്റ് ആണെങ്കിൽ ഇൻസ്റ്റൻ്റ്, അല്ലാതെ നാടനാണെങ്കിൽ ഏത് കാപ്പിപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ തേയിലപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇത് ജസ്റ്റ് ഒന്ന് റോളാക്കി എടുക്കുക. അപ്പോൾ ഇത് നമുക്ക് കൊതുകുണ്ട നല്ലൊരു പരിഹാരമാണ്. പ്രത്യേകിച്ച് സന്ധ്യാസമയങ്ങളിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയ നാച്ചുറൽ ആയിട്ടുള്ള, കുട്ടികൾക്കൊന്നും കേടില്ലാത്ത ഒരു റെമഡിയാണ് കേട്ടോ അത്. ഇതുപോലെ ഒരു ചിരട്ടയിലൊക്കെ വെച്ചിട്ട് നമുക്ക് കുറച്ച് എള്ളെണ്ണ ഒഴിച്ചിട്ട് നമുക്കൊന്ന് കത്തിച്ചെടുക്കാം. ഇത് നമ്മളത് വീടിൻ്റെ ഉമ്മറത്തൊക്കെ വെക്കുകയാണെങ്കിൽ തീർച്ചയായും നല്ലൊരു എഫക്റ്റ് ഉണ്ടാവും കേട്ടോ. ആ ഒരു സ്മെല്ലൊക്കെ, പ്രത്യേകിച്ച് നമുക്ക് നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കൊതുകിൽ നിന്ന് നമുക്ക് ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു പരിഹാരമാണ് കേട്ടോ അത്. കുട്ടികൾക്കൊക്കെ ശ്വസിക്കുന്നതിനൊന്നും കുഴപ്പമില്ല. ചന്ദനത്തിൽ അതുപോലെ കൊതുകിൻ്റെതൊക്കെ അതുപോലെയുള്ള പലതരത്തിലുള്ള കേടുകളാണ്, പ്രത്യേകിച്ച് നമ്മൾ മോസ്കിറ്റോ കോയിൽസ് അതുപോലെ പ്ലഗിൽ വെക്കുന്നതൊക്കെ. അപ്പോൾ ഇതുപോലെ നാച്ചുറലായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായും നല്ലൊരു പരിഹാരമാണ്. അപ്പം അതിനായി അധികം ഒന്നും വേണ്ട. നമുക്ക് വേണ്ടത് ഇത്ര മാത്രം. ഒന്നുകിൽ ഒരു ടിഷ്യൂ മതി, ടിഷ്യൂ ഇല്ലെങ്കിൽ ഇതുപോലെ ഒരു തുണി എടുക്കുക. അതിലേക്ക് കുറച്ച് വിക്സോ അല്ലെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും ഒരു ഭാഗം തേക്കുക. അതിൻ്റെ മുകളിൽ കുറച്ച് ജാതിക്കപ്പൊടി വിതറുക, കുറച്ച് കോഫി പൗഡറും നന്നായി റോളാക്കുക. കുറച്ച് എണ്ണ വേണമെങ്കിലും തൂവി കൊടുക്കുക. അതൊന്ന് ജസ്റ്റ് കത്തിച്ച് കൊടുക്കുക. ഇതുപോലെ ചിരട്ടയിലാക്കി നമ്മുടെ വീടിൻ്റെ ഉമ്മറത്തൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ഭാഗത്തെ കൊതുകുകളൊക്കെ നമുക്ക് മാറിക്കിട്ടും കേട്ടോ. ഈ ടിപ്പൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും നമുക്ക് വീഡിയോകളുമായി കാണാം. അതുവരേക്കും ബൈ.